നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ മുന്നേ ഞാനൊരു 8 CPU പരിചയപ്പെടുത്തുന്നതോടുകൂടി ഞാനൊരു ഓൾ ഇൻ വൺ സിസ്റ്റം പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി എനിക്ക് കൂടുതലും ആളുകൾ ഓൾ ഇൻ വൺ CPU എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അതെനിക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ സോൾഡ് ഔട്ട് ആയിപ്പോയി. ഓൾ ഇൻ വൺ സിസ്റ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് സ്പെക്ക് കൂടിയതും കുറഞ്ഞതും അതുപോലെ തന്നെ ഏതൊക്കെ വേരിയൻ്റ് ആണ്, എങ്ങനെയൊക്കെയാണ്, ജനറേഷൻ ഏതാണ്, അങ്ങനെയുള്ള കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാതും വരുന്നത് നമുക്ക് Acer ബ്രാൻഡാണ്. നമുക്കിതിൽ ഓരോരോ വേരിയൻ്റാണ് വരുന്നത്. നമുക്ക് വരുന്നത് 24 ഇഞ്ച് വരുന്നത് 7th ജനറേഷനാണ് വരുന്നത്. 1 TB ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. DDR4 8GB RAM ആണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് ഈ മോഡലുകളൊക്കെ വരുന്നത് നമുക്ക് i3 6th ജനറേഷനാണ് വരുന്നത്. 500 GB ഹാർഡ് ഡിസ്കും DDR4 4GB RAM ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്തത് ലാപ്ടോപ്പിൻ്റെ വീഡിയോസാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളിലൊക്കെയാണ് ഉള്ളത്. എന്തായാലും അടുത്തൊരു വീഡിയോസ് നമ്മൾ യൂസർ ലാപ്ടോപ്പിനെ കുറിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. ഇത് നമുക്ക് എല്ലാതും ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്കിത് കാണിക്കാം. ഞാൻ പറഞ്ഞിരുന്നു എല്ലാതും നമുക്ക് വന്നിട്ടുള്ളത് ഓൾ ഇൻ വൺ PCകളൊക്കെ Acer ബ്രാൻഡാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത് നമുക്കൊരു 12 സിസ്റ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് 6th ജനറേഷനിൽ വരുന്നത് നമുക്ക് 15ഓളം സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. ഈ മോഡലിൽ നമ്മുടെ അടുത്ത് 12 ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ഓഫീസ് വർക്ക് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മളത് ബൾക്കായിട്ടാണെങ്കിൽ ഇത് റേറ്റ് കമ്മിയാക്കിയിട്ട് തരാം. അപ്പോൾ ഞാനത് ഓരോന്നിൻ്റെ ഓരോരോ റേറ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് 24 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഇതിൽ നമുക്ക് ബാക്കിൽ ഒരു RJ45 എതർനെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.0 2 USB പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് 3.1 2 USB പോർട്ട് വരുന്നുണ്ട്. ഒരു HDMI ഔട്ട് വരുന്നുണ്ട്. ഒരു ഓഡിയോ ഔട്ട്പുട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8GB DDR4 RAM ആണ് വരുന്നത്. അതുപോലെ തന്നെ 1 TB ആണ് ഹാർഡ് ഡിസ്ക് വരുന്നത്. പ്രോസസ്സർ വരുന്നത് i3 7th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. T സീരീസിൽ വരുന്ന പ്രോസസ്സറാണ്. പ്രോസസ്സറിൻ്റെ സ്പീഡ് വരുന്നത് 3.41 GHz ആണ് വരുന്നത്. എസ്റ്റിമേറ്റ് റിമൈനിങ് ഒക്കെ വരുന്നത് 1000 days ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോർമൽ ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. ഈവൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SSD വേണമെങ്കിൽ വെക്കാം. നമുക്കൊരു 250 SSD വെക്കുകയാണെങ്കിൽ നമ്മളൊരു 500 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ നിങ്ങൾക്കത് 1 TB സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്രാൻഡഡ് കീബോർഡ് മൗസ് ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ വയർലെസ് കീബോർഡാണ്. ഇതിൻ്റെ കൂടെ വയർഡ് കീബോർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ HD+ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ 4K വീഡിയോസൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും 4Kയുടെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനെറ്റിന്റെ സ്പീഡിനനുസരിച്ചിട്ടല്ലാതെ അതായത് 120/s നമുക്ക് ഇതിന്റെ റിഫ്രഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലാഗ് ഇല്ലാതെ നമുക്ക് 4K വീഡിയോസൊക്കെ ഇതിൽ റൺ ആവും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സിസ്റ്റത്തിലും അങ്ങനെ തന്നെയാണ്. i3 4th മുതൽ നമുക്ക് 4K വീഡിയോസൊക്കെ നമുക്ക് സപ്പോർട്ടാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കീബോർഡ് മൗസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 9000 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു 250 SSD ആഡ് ചെയ്യുകയാണെങ്കിൽ 9500 രൂപയും. അപ്പോൾ നിങ്ങൾക്ക് 1 TB സ്റ്റോറേജിന് യൂസ് ചെയ്യാം. സോ അടുത്ത സിസ്റ്റം ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഷട്ട് ഡൗൺ ചെയ്യാണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വേരിയന്റിൽ നമ്മുടെ അടുത്ത് ഒരു 12ഓളം സിസ്റ്റങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്കൊരു HDMI ഔട്ട് വരുന്നുണ്ട്. നമുക്ക് വേറെ മോണിറ്ററിലേക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏസർ ബ്രാൻഡിന്റെ തന്നെ 6th ജനറേഷൻ all-in-one PC ആണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 110 മദർ ബോർഡാണ്. ഇൻകേസ് ഇതിന്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം വരിക, ഡാമേജ് ആവുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് CPU യൂസ് ചെയ്യാം. ATX ക്യാബിനറ്റിൽ വരുന്ന മദർ ബോർഡാണ്. ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ സെയിം മോഡലിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ വരുന്നത് 6th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. അതുപോലെ തന്നെ 500GB ഹാർഡ് ഡിസ്ക്, DDR4GB RAM ആണ് വരുന്നത്. DDR4 4GB RAM ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിന്റെ സ്പെക്ക് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു i3 6th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. അതുപോലെ തന്നെ 4GB DDR4 RAM, 500GB ക്യാമറ അഡീഷണൽ വരുന്നുണ്ട്. ഞാൻ തൊട്ട് മുന്നേ കാണിച്ച സിസ്റ്റത്തിലും വെബ് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ DVD റൈറ്ററും വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ അതിലും ക്യാമറ വരുന്നുണ്ട്, ഇതിലും ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ 1TB ഹാർഡ് ഡിസ്ക് ആണ്, ഇതിൽ 500GB ഹാർഡ് ഡിസ്ക് ആണ്. ഇതിൽ നമ്മൾ 250 SSD ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ 500GB നിങ്ങൾക്ക് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു എക്സ്ട്രാ 500 rupees ചാർജ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8000 രൂപയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വയർഡ് കീബോർഡ് മൗസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓട്ടോകാഡ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ കോഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഓൺലൈൻ വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് യൂസ്ഫുള്ളാണ്. ഇത് ഞാൻ തൊട്ട് മുന്നേ കാണിച്ചിട്ടുള്ള സിസ്റ്റം അത് ഒന്നും കൂടി ബെറ്റർ ആണ്. അത് 7th ജനറേഷൻ ആണ്. 24 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. ഇത് 22 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വേരിയന്റിൽ നമുക്ക് 15ഓളം സിസ്റ്റങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീബോർഡ് മൗസ് ഉണ്ടാവും. ഇതിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആണ്. നമുക്ക് ഏത് സൈഡിൽ നോക്കുമ്പോൾ ഷെയറാണോ കാര്യങ്ങളോ ബ്ലറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നമുക്ക് 4K വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വർക്കാവും. ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഗുഡാണ്. അതുപോലെ തന്നെ SSD വെക്കുകയാണെങ്കിൽ ഒരു 500 rupees വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതും താഴ്ത്തു നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, സിസ്റ്റങ്ങളൊക്കെ ഒന്നിച്ചിട്ട് വാങ്ങുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ബൾക്കായിട്ട് തരും. അപ്പോൾ അടുത്തത് നമ്മൾ ഏതാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും. ഇത് നമുക്ക് വരുന്നത് പ്രോസസർ വരുന്നത് i3 6th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് വരുന്നത് 1TB ഹാർഡ് ഡിസ്ക് ആണ്. അതുപോലെ തന്നെ 8GB RAM വരുന്നുണ്ട്. 8GB DDR4 RAM വരുന്നുണ്ട്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള അതേ സെയിം സിസ്റ്റം തന്നെയാണ്. പക്ഷേ ഹാർഡ് ഡിസ്ക് വരുന്നത് 500GB അല്ല, 1TB ഹാർഡ് ഡിസ്ക് ആണ്. RAM വരുന്നത് 8GB ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് പറയണില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 9000 രൂപയാണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കാണിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത് 8000 രൂപയാണ്. ഇതിൽ നമുക്ക് 4GB RAM 500GB ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9000 രൂപയാണ് വരിക.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനേക്കായി ഒന്നും കൂടി ലേറ്റസ്റ്റ് ആണ്. സ്ക്രീന് വരുന്നത് 24 ആണ്. 1 TB ഹാർഡ് ഡിസ്ക് DDR4 റാമാണ് വരുന്നത്. HDMI ഔട്ട് വരുന്നുണ്ട്. 3.0ൻ്റെ 6 USB പോർട്ട് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ റേറ്റ് 9 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് 8500 രൂപ വരും. ഇതിൽ നമുക്ക് 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്, അഡീഷണൽ 4 GB റാം എക്സ്ട്രാ വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള 8000 രൂപ പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അതേ സെയിം പിന്നെ ഡിസ്പ്ലേ സൈസ് കാര്യങ്ങളൊക്കെയാണ്, ആ സെയിം മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. ഹാർഡ് ഡിസ്ക് റാമും മാത്രം കുറച്ച് മാറ്റേണ്ടത് മാത്രം. അപ്പോൾ നമുക്ക് ഇതും ഓഫ് ചെയ്യാം. ഇതിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഹാർഡ് ഡിസ്കിന്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഗുഡാണ്. ഈവൻ 250 ഹാർഡ് ഡിസ്ക് ഇതിലും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് 9000 രൂപ വരും. അപ്പോൾ നിങ്ങൾക്ക് 1 TB ഹാർഡ് ഡിസ്ക് സ്റ്റോറേജിന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തത് ഏതാ നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെയാണ്. അപ്പോൾ ഏത് സമയത്തായി വീഡിയോ നിങ്ങൾ കാണാമെന്ന് അറിയില്ല. അപ്പോൾ ഏത് സിസ്റ്റമാണ് ഇതിൽ സോൾഡ് ഔട്ട് ആകുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അപ്പൊക്കപ്പോൾ സോൾഡ് ഔട്ട് ആകുന്നത് കമൻറ്റ് ബോക്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ബോക്സ് നോക്കിയതിന് ശേഷം എനിക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ട ഉടനെ ഏത് സമയത്താണ് ഇത് സോൾഡ് ഔട്ട് ആകുമെന്ന് പറയാൻ പറ്റില്ല. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കുക. കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് മാത്രം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. പരമാവധി നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. കോൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ വാട്സപ്പ് വെബാണ് ഉപയോഗിക്കുന്നത്. കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റിങ്ങിങ് കാണിക്കും. എന്തായാലും ഞാൻ ഒരു 10ൽ കൂടുതൽ തവണ എന്തായാലും വാട്സപ്പ് ഞാൻ ഓപ്പൺ ആക്കും. എന്തായാലും നിങ്ങൾക്ക് റീപ്ലൈ തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്പെക്ക് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 320 GB ആണ് ഹാർഡ് ഡിസ്ക് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും 6th ജനറേഷൻ പ്രോസറാണ് വരുന്നത്. DDR4 4 GB റാമാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 7500 രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള സെയിം മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഹാർഡ് ഡിസ്ക് റാമും മാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് 7500 രൂപ പറഞ്ഞത്. ഈവൻ 250 ഹാർഡ് ഡിസ്ക് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലും എക്സ്ട്രാ 500 റുപ്പീസ് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് 8000 രൂപ വരും. ഇതിൻ്റെ കൂടി കീബോർഡ് മൗസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇപ്പോൾ ഇത് കാര്യമായിട്ട് ഇതൊന്ന് പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശമായിരുന്നു. നമുക്ക് എസ്പെഷ്യലി ഇതിൻ്റെ മുന്നേ നമ്മൾക്ക് 1-2 ആളുകൾ കൂടുതൽ ആളുകളും ഓൾ ഇൻ വൺ സിസ്റ്റത്തിനാണ് എൻക്വയറി ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ അടുത്തൊരു വീഡിയോ എന്തായാലും യൂസ്ഡ് ലാപ്ടോപ്പാണ്. ഈ ചാനലിൽ നമ്മൾ സെയിൽസിൻ്റെ കാര്യം മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ചാനലല്ല. നമ്മുടെ ചാനലിൻ്റെ പേര് ആൾറൗണ്ട് ടെക് എന്നാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ്ഡായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളുടെയൊക്കെ കോമൺ ആയിട്ട് നമുക്ക് സർവീസ് സെൻറ്ററിൽ കൊടുക്കാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീഡിയോസ് ചാനലിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡഡ് സിസ്റ്റങ്ങൾ നമ്മൾ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഉപകാരമാകും എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.